ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വെച്ചാൽ ചെറിയൊരു ഓർക്കിഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ തോന്നുന്നു നിന്നപ്പോൾ എനിക്ക് കുറച്ച് ഓർക്കിഡിൻ്റെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറേ ഓർക്കിഡ്സൊക്കെ ഞാനൊന്ന് റീപോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് നമ്മൾ ഈ പോട്ടിലാണല്ലോ വെക്കുന്നത്. ആ പോട്ട് നിറഞ്ഞ് നിൽക്കുമായിരുന്നു ചില പ്ലാന്റുകളൊക്കെ. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തൊക്കെ വെക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചില പ്ലാന്റ് നോക്കിയപ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു ചെറിയ മഞ്ഞളിപ്പ് പോലൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും നല്ല മഴക്കാലമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് കണക്ക് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് മൊത്തം ഡാമേജ് ആയി പോത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ അങ്ങനെ കാണുന്ന പ്ലാന്റുകളൊക്കെ ഒരുമിച്ച് റീപോർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചിലപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം ഇതുപോലത്തെ ഇതൊക്കെ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതേ കുറേ എല്ലാം ഞാൻ 3/4 ഭാഗം പ്ലാന്റും ആ പോട്ടിൽ നിന്നെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ചിലതൊക്കെ ഡാമേജ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഈ തൊണ്ടും കൂടി ഇട്ടിട്ടാണല്ലോ പോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് തൊണ്ടിൻ്റെ കൂടുതൽ പീസ് ഇരുന്നതിനകത്തൊക്കെ ഈ തുടർച്ചയായിട്ടുള്ള മഴ നിന്ന സമയത്ത് കുറച്ച് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റണം. പിന്നെ ചില വലിയ പ്ലാന്റ് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് 2-3 പ്ലാന്റ് ഒക്കെ ആയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്ലാന്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാനും കൂടിയൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറേ പ്ലാന്റ് ഒക്കെ ഇതുപോലെ പിഴുത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം ഇതുപോലെ മഞ്ഞ കളറിലായിട്ട് നിൽക്കുന്നത് നമുക്കതൊന്ന് പിഴുത് അതിൻ്റെ ഇതൊന്ന് പോട്ടിംഗ് മിക്സ് ഒക്കെ ഒന്ന് മാറാം കേട്ടോ. അപ്പോൾ ആദ്യം കുറേ ഓടിൻ്റെ പീസും അതുപോലെ തന്നെ കരിക്കഷ്ണമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഈ കരിക്കഷ്ണം ഓടിൻ്റെ പീസും തന്നെ നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം പിന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് തന്നെ എടുക്കാം. ഒന്ന് വാഷ് ചെയ്ത് എടുക്കേണ്ട കാര്യമുള്ളൂ. ഉണക്കേണ്ട കാര്യമൊന്നുമില്ല. വാഷ് ചെയ്ത് എടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് ഫംഗൽ പൗഡറിനകത്ത് ഇട്ട് ഒന്ന് മുക്കിയെടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. വേരിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ പിടിച്ചിരിക്കുക പോട്ടിംഗ് മിക്സിനകത്തൊക്കെ. വേണ്ട, വേര് കുറേ ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ. ഈ തൊണ്ടിൻ്റെ പീസൊക്കെ കിടന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് വെള്ളം തങ്ങി നിന്ന് പറ്റിയ പ്രശ്നമാണ് കേട്ടോ. വേണ്ടോ, അഴുകി കുറേ റൂട്ട്സ് അഴുകി പോയിട്ടുണ്ട്. എന്തായാലും ഫുള്ളായിട്ട് കേടായിട്ടില്ല. അതിന് മുന്നേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ തോന്നിയത് ഭാഗ്യം. വേണ്ട, നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഇതിപ്പം ഈ ഒരു ഡാമേജ് ഇല്ലായിരുന്നെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം അത്ര വലിയ പ്ലാന്റ് ഒന്നും അല്ല. അപ്പോൾ നമുക്കിനി ഈ കേടായ റൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ആദ്യം മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പോട്ടിംഗ് മിക്സ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേറെ പോട്ടിംഗ് മിക്സ് നിറയ്ക്കാം. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കേടായ റൂട്ട്സ് മാത്രം നല്ല നീറ്റായിട്ടുള്ള നൈഫ് യൂസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നോക്കി വേണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് നമ്മൾ കട്ട് ചെയ്യേണ്ട. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചില റൂട്ട്സൊക്കെ ഇങ്ങനെ ഞെങ്ങിയിരിക്കും, ചിലത് ഇങ്ങനെ അഴുകുന്ന കണക്കറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. അല്ല, റൂട്ടിൻ്റെ കളറ് മാറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഡാമേജ് ആയിട്ടുള്ള റൂട്ടുകൾ കേട്ടോ. 1-2 തവണ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എക്സ്പേർട്ട് ആയിക്കോളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇങ്ങനെ റൂട്ട് കട്ട് ചെയ്ത് മാറ്റിയെന്ന് വെച്ച് നമ്മുടെ പ്ലാന്റിന് വലിയ കേടും കാര്യങ്ങളും ഒന്നും പറ്റില്ല കേട്ടോ. അതോർത്ത് പേടിക്കണ്ട. റൂട്ട് കട്ട് ചെയ്ത് മാറ്റിയെന്ന് വിചാരിച്ച് മറ്റു ചെടികളെ കൂട്ടല്ല. ഇതുപോലുള്ള റൂട്ടുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി. വേണ്ടോ, അപ്പോൾ ഇത് നമ്മുടെ റൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ കണക്ക് തന്നെ റൂട്ട് കണക്ക് തന്നെ വേണ്ടോ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേടായ പ്ലാന്റിൻ്റെ പാർട്ടാണ്, സ്റ്റെമ്മാണ്. അപ്പോൾ അതുമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കളയാം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ള സ്റ്റെംസ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ അത് വെക്കുന്നില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത സമയത്തൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണേ. കണ്ടോ, ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഞാനിത് സാഫ് എന്ന് പറയുന്ന ആൻറ്റി ഫംഗൽ പൗഡറാണ് കേട്ടോ, ഫംഗിസൈഡാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അഥവാ വെള്ളം ചേർക്കുന്നതിന് കുഴപ്പമില്ല.
ഇതിങ്ങനെ ജസ്റ്റ് എടുത്ത പൗഡർ ഇതിനകത്തേക്കൊന്ന് വെക്കുക. ആ മുറിവ് നമ്മൾ ഏതിനകത്തൊക്കെ മുറിവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് നല്ലോണം തേക്കുക. കാരണം വെച്ചാൽ ഇപ്പം മഴ സമയമാണ്, ഫംഗൽ അറ്റാക്ക് വരും, വെള്ളം ഇറങ്ങി കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ ഫംഗൽ പൗഡർ വെച്ചിട്ട് ഒന്ന് ഫുള്ളൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഇത് കണക്ക് എല്ലാ പ്ലാന്റും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ റൂട്ട്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാ പ്ലാന്റും എടുക്കാം. അപ്പോൾ ഇത് ഒരു പോട്ടിൽ നിന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതാണ്. അത്യാവശ്യം കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ചട്ടി നിറഞ്ഞു നിന്നൊരു പ്ലാന്റ് ആണ്. കണ്ടോ ചട്ടി നിറഞ്ഞ് നിന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഞാൻ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓർക്കിഡ് ചെടികൾ കുറഞ്ഞത് ഒരു 2 വർഷം കൂടുമ്പോഴെങ്കിലും നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. 2 വർഷം കൂടുമ്പോൾ. അപ്പോഴത്തേക്കും ചെടിച്ചട്ടിയിൽ നിറഞ്ഞ് ഇതുപോലെ പുതിയ ഷൂട്ട്സുകളും ഉണ്ട്, ചെടിച്ചട്ടി മൊത്തം നമ്മൾ നിറഞ്ഞിരിക്കും. ആ സമയത്ത് ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതുപോലെ 2-3 ആയിട്ട് പ്ലാന്റ് ഡിവൈഡ് ചെയ്ത് പുതിയ പോട്ടിലേക്കാക്കി പുതിയ പ്ലാന്റ് ആക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിൽക്കുന്ന ഷൂട്ടുകൾ അതിനി നമ്മൾ പിഴുത് മാറ്റണം, മറ്റു ചെടികളെ കൂട്ടി അത് കട്ട് ചെയ്ത് കളയണോ എന്നൊക്കെ പലർക്കും തോന്നാം. പക്ഷേ അതൊരിക്കലും നമ്മൾ കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. ഒന്നേ നമുക്കത് കട്ട് ചെയ്ത്, ഞാൻ ഇതിനു മുന്നേ കിക്കീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കിക്കീസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ കിക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അതല്ലെങ്കിൽ നമ്മളെ പ്ലാന്റിൽ തന്നെ നിർത്തുകയാണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ നിൽക്കുന്നതിൽ നിന്ന് പുതിയ കിക്കീസ് വരുന്നത് കാണാം. അല്ലെങ്കിൽ പുതിയ ഫ്ലവേഴ്സിൻ്റെ ഷൂട്ടുകൾ ഇതിൽ നിന്ന് വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഒരിക്കലും അത് നശിച്ചു എന്ന് പറഞ്ഞിട്ട് റിമൂവ് ചെയ്ത് മാറ്റരുത്. ഇല കൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സ്റ്റെമ്മുകളൊന്നും നമ്മൾ കളയരുത്. ഒന്നുകിൽ ഇതുപോലെ മാറ്റിയെടുത്ത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വേറൊരു പോട്ടിലേക്ക് മാറ്റിയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2-3 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പുതിയ പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കുള്ള പ്ലാന്റുകൾ ഇരട്ടിയാക്കാൻ സാധിക്കും. അപ്പം ഞാനിതുപോലെ റിമൂവ് ചെയ്തതാണ്. ഇപ്പോൾ 2 പ്ലാന്റ് ആക്കി. എന്നിട്ട് അതിൻ്റെ ഒരുപാടൊന്നും ഡാമേജ് ഇല്ല, അത് കൂടുതൽ ഒരുപാട് ഗ്രോത്തായിട്ട് നിന്നുകൊണ്ട് ഞാൻ റീപോർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഡാമേജ് ഒന്ന് തോന്നിയ റൂട്ട്സ് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും റീപോർട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെയൊക്കെ ശ്രദ്ധിച്ച് ഇതുപോലെയുള്ള റൂട്ടുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിന് നല്ല അത്ര രീതിയിലുള്ള ഗ്രോത്തുകൾ പിന്നെ ഉണ്ടാവും. നമ്മൾ വളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ലപോലെ ഗ്രോത്ത് വന്ന് നല്ലൊരു പ്ലാന്റായിട്ട് വരും. അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളായിരുന്നു അതിനകത്ത് ക്ലീൻ ചെയ്യാനായിട്ട്. ബാക്കിയൊക്കെ നല്ല റൂട്ട്സാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ നിന്ന് വലിച്ചിളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ല റൂട്ട്സൊക്കെ ഒരുപാട് പൊട്ടിപ്പോവാതെ കുറച്ചൊക്കെ റൂട്ട്സ് പോവും. നമ്മുടെ ഈ പോട്ടിംഗ് മിക്സിനകത്തൊക്കെ പിടിച്ച് കുറേയൊക്കെ റൂട്ടുകൾ പോവുമെങ്കിലും അത്യാവശ്യം നല്ല റൂട്ടൊക്കെ പയ്യെ അതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പോലും പ്ലാന്റിന് ഡാമേജ് ആവാത്ത രീതിയിൽ, ആ സ്റ്റെമ്മിന് ഡാമേജ് ആവാത്ത രീതിയിൽ പയ്യെ കൊണ്ട് ഇളക്കി മാറ്റുക കേട്ടോ. ഇളക്കി മാറ്റിയിട്ട് ആ ഭാഗത്ത് നമ്മളിതുപോലെ ആൻറ്റി ഫംഗൽ പൗഡർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഈ ഭാഗത്തു നിന്നാണ് സെപ്പറേറ്റ് ചെയ്തത്. ആ ഭാഗം വേണ്ട, ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിങ്ങനെ ഇളക്കിയ സമയത്ത് ഇതായതാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ഞാൻ അടർത്തി മാറ്റിയത്, 2 സെപ്പറേറ്റ് ചെയ്ത്. ആ ഭാഗത്ത് നമുക്ക് കുറച്ച് ഫംഗൽ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് പലരും ചോദിക്കാറുണ്ട് ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ഗ്ലൗസൊക്കെ യൂസ് ചെയ്ത് ചെയ്യുക കേട്ടോ. ആ ഭാഗത്ത് കണ്ടോ ഫംഗൽ പൗഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി ഫംഗൽ പൗഡർ പുരട്ടേണ്ട ഭാഗത്തൊക്കെ ഫംഗൽ പൗഡർ ഇട്ട് ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തം ക്ലീൻ ചെയ്യുന്ന കാണിക്കാനാണെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും, നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പം കണ്ടൊരു കാഴ്ച കേട്ടോ. ഇതുപോലെ കിക്കീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്റ്റെമ്മിൽ നിന്ന് സ്റ്റെമ്മ് കട്ട് ചെയ്ത് മാറ്റരുത്, ഇതുപോലെ നിൽക്കുന്ന സ്റ്റെമ്മിൽ നിന്ന് തൈകൾ വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കണ്ടോ അതുപോലെ വന്നിട്ടുള്ള തൈകളാണ് കേട്ടോ. ഈ തൈയൊക്കെ കേടായിപ്പോയി, മഴയത്ത് നിന്ന് അഴുക്കായിപ്പോയി. 2 തൈയും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് ഒരു പുതിയ പോട്ടിങ്ങിലേക്ക് നിറയ്ക്കാം. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. ഇത് മൂടിൽ നിന്ന് ചീത്തയായിപ്പോയി, എൻ്റെ മൂടിൽ നിന്ന് ഇതായിപ്പോയി. പുതിയൊരു തൈയാണ്. അപ്പോൾ ഇതും നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് പുതിയൊരു പോട്ടിലേക്ക് ആക്കി പുതിയൊരു പ്ലാന്റ് ആക്കാം.
അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള നൈഫ് യൂസ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. വലിച്ചിരിയരുത് കേട്ടോ, ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് നീറ്റായിട്ട് അങ്ങ് എടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് പുതിയൊരു പ്ലാന്റായി. അപ്പോൾ ഇതിനകത്ത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കാതെ തന്നെ ഫംഗൽ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത ഭാഗത്ത് നല്ലപോലെ ഫംഗൽ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫംഗൽ പൗഡർ നിങ്ങൾക്ക് ഇത് കണക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ കുറച്ച് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കി കുഴമ്പ് കണക്കാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സാഫ് തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ സാഫ് എന്ന് പറയുന്ന ഫംഗൽ പൗഡറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് എൻഡോഫിൽ വേണമെങ്കിൽ എടുക്കാം, വേറെ ഏതെങ്കിലും ഫംഗൽ പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പം സാഫ് എൻഡോഫിലുമാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ സ്ഥിരമായിട്ട് സാഫ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഈ റൂട്ട് വന്നേക്കുന്നതിൻ്റെ തൊട്ട് താഴെ നമുക്ക് സ്റ്റമ്മിൽ നിന്ന് കട്ട് ചെയ്യാം. വേണ്ട, ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇതുപോലെ സാഫ് നമ്മൾ കട്ട് ചെയ്തപ്പം തന്നെ അങ്ങ് സാഫ് പുരട്ടുക കേട്ടോ. ഫംഗൽ ഒന്നും വരരുത്, ഇൻഫെക്ഷൻസ് ഒന്നും വരരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ഇത് നല്ലപോലെ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് കുറേ റൂട്ട്സ് ഇതാണ്ടോ, ഇതിനകത്തും കുറേ റൂട്ട്സ് ഇങ്ങനെ വളർന്നിറങ്ങിയിട്ട് അഴുക്കായിട്ട് നിൽപ്പുണ്ട്. അത് നമുക്ക് കുറേ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഡാമേജ് വന്ന റൂട്ട്സുമായിട്ട് ഒരിക്കലും പ്ലാന്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിരുന്നിട്ട് അത് ഓൾറെഡി ചീത്തയാണ്, അതിരുന്ന് ചീഞ്ഞ് പ്ലാന്റ് കൂടുതലായിട്ട് അഴുക്കാവും. അപ്പോൾ ഡാമേജ് ആയിട്ടുള്ള റൂട്ട്സ് കാണുന്നുണ്ടെങ്കിൽ അപ്പോഴേ തന്നെ അതിൽ നിന്ന് നമുക്കങ്ങ് റിമൂവ് ചെയ്ത് മാറ്റാം. വേണ്ട, ഇതുപോലെ ഇരിക്കും. ഇതിന് നമുക്കിങ്ങനെ വെച്ചിട്ട് അങ്ങ് പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നമ്മൾ റീപോർട്ട് ചെയ്തിട്ടുള്ള ഇതിന് മുന്നേ വെച്ചിരുന്ന പോട്ടിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ വേണ്ട, നമ്മളെ പ്ലാന്റ് ക്ലീൻ ചെയ്ത് ഈ പ്ലാന്റാണ് ഞാൻ പോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മഴക്കാലമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് തൊണ്ടിൻ്റെ പീസ് ഒരുപാട് ഇരിക്കുന്ന പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ മഴയ്ക്ക് മുന്നേ തന്നെ നമുക്കതൊന്ന് മാറ്റിയൊക്കെ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പ്ലാന്റ് ഡയറക്റ്റ് മഴയത്താണ് ഇരിക്കുന്നതെങ്കിലാണ് ഈ തൊണ്ട് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ ഷെയ്ഡിലൊക്കെ എടുത്ത് വെക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല, കുഴപ്പമില്ല. മഴയത്ത് ഡയറക്റ്റ് ഇരിക്കുന്നതിനകത്തുനിന്ന് തൊണ്ട് കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ റീപോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഓടിൻ്റെ പീസ് ആണ് ആദ്യം ഇടുന്നത് കേട്ടോ. നല്ല ഡ്രെയിനേജിന് വേണ്ടിയിട്ട് അടിഭാഗങ്ങളിൽ നമ്മൾ ഓടിൻ്റെ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പയ്യെ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് തൊണ്ടിൻ്റെ പീസ് ഇടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇടുന്നില്ല, കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എന്തായാലും 2 വർഷം കഴിഞ്ഞിട്ടില്ലാതെ പിന്നെ ഞാനിത് റീപോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നല്ല വേനൽക്കാലം വരുമ്പോൾ നമ്മൾ തീരെ തൊണ്ട് ഇല്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലൊക്കെ ചെടിക്ക് പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഒരുപാട് ഇതങ്ങ് ചുക്കി ചുളിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ തൊണ്ടിൻ്റെ പീസ് ഇടാതിരിക്കുന്നില്ല, കുറച്ച് തൊണ്ടിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടുന്നത് ഇതുപോലുള്ള കരിക്കഷ്ണമാണ് കേട്ടോ. കരിക്കഷ്ണം നല്ലപോലെ ഇട്ട് കൊടുക്കാം. നമ്മളീ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ കരിക്കഷ്ണം ഓടിൻ്റെ പീസിലൊക്കെ പിടിച്ചിരുന്നിട്ട് ചെടിക്ക് നല്ലപോലെ കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലുള്ള കരിക്കഷ്ണം ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് വീണ്ടും ഓടിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല പോട്ടിങ് നല്ല രീതിയിൽ പ്ലാന്റ് സെറ്റായിട്ടിരുന്നോളും. ഇടിച്ച് നിറച്ചും തിങ്ങി ഞെരിങ്ങി വെക്കണ്ട, എന്നാലും അത്യാവശ്യം പോട്ടിംഗ് മിക്സ് ഇട്ട് തന്നെ പ്ലാന്റ് പോട്ട് ചെയ്യണം. വേണ്ട, ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ ഹോൾസ് ഉള്ളത് കാരണം നമ്മുടെ ഈ റൂട്ട്സ് വേണ്ട, ഈ റൂട്ട്സ് ഇതിൽ കൂടെയൊക്കെ നല്ല രീതിയിൽ ഓക്സിജനൊക്കെ വലിച്ചെടുത്ത് നല്ല രീതിയിൽ വളർന്നോളും. അപ്പോൾ നല്ലപോലെ ഇതുപോലുള്ള ഹോൾസ് വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം പോട്ട് ചെയ്ത് ഇതുപോലുള്ള നമ്മളിപ്പോൾ മാറ്റിയ പ്ലാന്റുകളെല്ലാം പോട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലത്തുള്ള തൊണ്ടിൻ്റെ പീസൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇതുപോലെ ഒന്ന് പോട്ട് ചെയ്ത് വെക്കുക. പിന്നെയെന്ന് പറയുന്നത് ഇത് ഷെയ്ഡിലുള്ള പോർഷനിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തൊണ്ടിൻ്റെ പീസ് വെക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗൽ അറ്റാക്ക് ഈ മഴ സമയത്ത് കൂടാൻ ചാൻസ് ഒരുപാടാണ് കേട്ടോ. വെള്ളം തങ്ങി നിന്നിട്ട് കൂടുതലായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് പ്ലാന്റ്സിനകത്ത് നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുറച്ച് ഫംഗൽ പൗഡർ നേർപ്പിച്ച് നമുക്ക് ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതല്ല കറുവാപ്പട്ടയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ലൊരു ഫംഗൽ പൗഡറാണ്, അത് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. അത് മസ്റ്റാണ്, 2 ആഴ്ച കൂടുമ്പോൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള വാച്ചിങ് ആണ്. നമ്മുടെ പ്ലാന്റ്സിന് ഈ മഴ സമയത്ത് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കണം. വെയിൽ കാലങ്ങളെ അപേക്ഷിച്ച് മഴക്കാലങ്ങളിലാണ് കൂടുതൽ കെയർ നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പ്ലാന്റ് നിരീക്ഷിക്കുക. അതിൻ്റെ റൂട്ട്സൊക്കെ ചീയുന്നുണ്ടോ, അതിൻ്റെ തണ്ടിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നുണ്ടോ എന്നൊക്കെ കൂടുതലായിട്ട് നോക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ മഴ സമയത്ത് നമ്മൾ ഓർക്കിഡിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. പിന്നെ വളങ്ങളും ഒന്നും തീരെ കൊടുക്കാതിരിക്കരുത്. നമ്മൾ ജൈവമായിട്ടുള്ള വളങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുക. ജൈവ വളങ്ങൾ ഈ മഴ സമയത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചാണകമൊക്കെ പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ മഴയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റിനകത്ത് തങ്ങി നിന്നിട്ട് എന്നുവെച്ചാൽ നമ്മുടെ ഈ പോട്ടി മിക്സിലൊക്കെ പിടിച്ചിരുന്നിട്ട് അത് ചീയലായിട്ട് വരും കേട്ടോ, പ്ലാന്റ് ചീയുന്നതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ജൈവമായിട്ടുള്ള വളങ്ങൾ ഈ ഒരു സമയത്ത് മഴ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുക. ഈ സമയത്ത് കൂടുതൽ നമ്മളെ NPK കെമിക്കൽ വളങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും. NPKയുടെ അളവ് നോക്കിയിട്ട് ഫ്ലവറിങ് ചെയ്യാനായിട്ടുള്ളതും അല്ല ഗ്രോത്തിൻ്റെ ബൂസ്റ്ററായിട്ട് നമുക്ക് 2 മേടിക്കാൻ സാധിക്കും. അത് നമുക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡോസേജ് കറക്റ്റ് പലതിനകത്തും പല ഡോസേജാണ്. അപ്പോൾ ആ ഡോസേജ് നോക്കിയിട്ട് നമുക്ക് ചെടികളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളങ്ങൾ കൊടുക്കാതിരിക്കരുത്. മഴ തോരുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കെങ്കിലും വളങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഫ്ലവറായിട്ടുള്ള പ്ലാന്റ് മഴയത്തിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ഇന്നാൾ കുറച്ച് മുമ്പ് ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു, മഴയത്ത് എൻ്റെ പ്ലാന്റ് ഇരുന്നപ്പോൾ ഉള്ള അവസ്ഥയും കാണിച്ചു തന്നു. എനിക്കതൊന്ന് തോരാതുള്ള മഴയായിരുന്നു, എനിക്ക് എടുത്ത് വെക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഫ്ലവറെല്ലാം നശിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മഴയത്ത് ചെറിയ മൊട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് അപ്പം കൈയോടെ തന്നെ നമുക്ക് മാറ്റി വെക്കാം. അല്ലാതെ ഈ പോട്ടിങ് കറക്റ്റ് ഈ രീതിയിൽ പോട്ടിങ് ഒക്കെ ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ മൊട്ടുകളൊന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മഴയത്ത് വെക്കാം, പ്രശ്നമൊന്നുമില്ല. എൻ്റെത് ഇവിടെ ഓപ്പണായിട്ട് തന്നെ മഴയത്താണ് ഇരിക്കുന്നത്, വലിയ പ്രശ്നമൊന്നുമില്ല. ഈ മൊട്ട് പൂക്കൾ വരുന്നത് മാത്രം നമ്മൾ ഷെയ്ഡഡായിട്ടുള്ള ഏരിയയിലേക്ക് വെക്കുക. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്തെ നമുക്ക് പേടിക്കാതെ നമ്മൾ ഓർക്കിഡ് ചെടികൾ നട്ടു വളർത്താം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.